സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ, കുടിക്കരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, മനുഷ്യരിബൽ മാഅ ഖായിമാ. ആരൊരുവൻ നിന്നുകൊണ്ട് ഭക്ഷണം കുടിക്കുന്നുവോ, നിന്നുകൊണ്ട് പാനം ചെയ്യുന്നുവോ, ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലഹാ. മരുന്നില്ലാത്ത രോഗം നൽകി അല്ലാഹുവിനെ പരീക്ഷിക്കുമേ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരെ, പാനീയങ്ങൾ കുടിക്കുന്നവരെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലഹാ. മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ, അഥവാ മാറാവ്യാധികൾ കൊണ്ട് കടത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദ്, എന്റെ പൊന്നുമോന് ക്യാൻസറാണ്, എന്റെ പൊന്നുമോന് 2 വയസ്സേയുള്ളൂ, 2 കിഡ്നിയും തകരാറിലാണ്. അവനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി, അവനെ ഞാൻ കിംസിൽ കൊണ്ടുപോയി, അവനെ ഞാൻ മിംസിൽ കൊണ്ടുപോയി എന്ന് വിഷമിച്ചുകൊണ്ട് പറയുന്നതായ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ജനിച്ചതായ സമയം മുതൽ ബിസ്മി ചൊല്ലാതെ പാല് കൊടുത്ത് വളർത്തിയതല്ലയോ, ബിസ്മി ചൊല്ലാതെ വെള്ളം കൊടുത്തില്ലയോ, ഇടത് കൈ കൊണ്ട് നീ കുടിപ്പിച്ചില്ലയോ, നീ അവരുടെ വായിലേക്ക് മുലഞ്ഞിട്ട് വെക്കുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് നൽകണേ ഉമ്മ. അതിലൂടെയാണ് മക്കള് സാലിഹീങ്ങളാകുന്നത്, അതിലൂടെ ബറക്കത്തുള്ള ആഹാരമാണ് മക്കൾക്ക് കിട്ടുന്നത്. 1ഉം 2ഉം വയസ്സെത്തിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ട മക്കള്, അവരെ ചാരത്ത് പിടിച്ചിരുത്തിയിട്ട് മക്കളെ ഇരുന്ന് കുടിക്കുമോനെ, ബിസ്മി ചൊല്ല് പൊന്നുമോനെ എന്ന് അവർക്ക് ബിസ്മി ചൊല്ലാൻ അറിയില്ല എങ്കിൽ നമ്മൾ ബിസ്മി ചൊല്ലി കൊടുത്തിട്ട് വലത് കൈ കൊണ്ട് വായിലേക്ക് വെള്ളം ചേർത്ത് വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്നവരുണ്ടോ, ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്ന സഹോദരിമാരുണ്ടോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ഒരു ബലാമുസീബത്തും നിന്റെ മക്കൾക്ക് കടന്നു വരൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ.